ഒരു ബി.ജെ.പി. എം.പി. എങ്കിലും ഉള്ളിടത്തോളം കാലം ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനെയും വെറുതെ വിടില്ല എന്ന അമിത്ഷായുടെ ഉറപ്പ്. അത് രാജ്യസുരക്ഷ ഓരോ പൗരനും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ്. മോദി സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഭരണം കയ്യിൽ നിന്ന് പോയാലും ബി.ജെ.പിയെ പ്രതിനിധീകരിക്കുന്ന ഒരു എം.പി. മതി. രാജ്യത്ത് ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആരായാലും, മാവോയിസ്റ്റുകളായാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും ഭീകരത തുടച്ചു നീക്കിയിരിക്കും എന്ന ദൃഢനിശ്ചയമാണ് അമിത്ഷായുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചത് എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പക്ഷെ അന്ന് അതാരും നിരോധിച്ചില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ രാത്രി കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതെന്നും അമിത്ഷാ പറഞ്ഞു. ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള ചങ്കുറപ്പ് കണ്ടിരുന്നു. എന്നാൽ മോദി സർക്കാർ നിരോധിക്കുക മാത്രമല്ല, 100 ലക്ഷം സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്തു. മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും ജയിലിൽ അടച്ചു. ഒരു ബി.ജെ.പി. എം.പി. എങ്കിലും ഉള്ളിടത്തോളം ഒരു PFI അംഗത്തെയും ജയിലിൽ നിന്ന് പുറത്തിറക്കില്ല എന്നും വെറുതെ വിടില്ല എന്നും ഞാൻ ഉറപ്പു നൽകുന്നു. ലാലു പ്രസാദ് യാദവിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ജമ്മു സർക്കാരിൽ നിന്ന് ആർട്ടിക്കിൾ 370 ഒരിക്കലും മാറ്റാൻ സാധിക്കുമായിരുന്നില്ല.